കൊച്ചി നഗരത്തിലെ പുല്ലേപ്പടിയിൽ 10 വയസ്സുകാരനെ കുത്തിക്കൊന്നു. പുല്ലേപ്പടി സ്വദേശി റിച്ചി ജോണാണ് മരിച്ചത്. റിച്ചിയുടെ കഴുത്തിന് ചുറ്റും കുത്തേറ്റിട്ടുണ്ട്. അയൽവാസിയായ പുല്ലേപ്പടി സ്വദേശി അജി ദേവസ്യ പോലീസ് പിടിയിലായി. ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തായിരുന്നു സംഭവം? അജിംഷാദ്, ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. ഇന്ന് രാവിലെ 6:30-ക്കും 7 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത്. പുല്ലേപ്പടിയിലുള്ള വീട്ടിൽ നിന്ന് റിച്ചി ജോൺ എന്ന ഈ 10 വയസ്സുകാരൻ കടയിലേക്ക് സാധനം വാങ്ങാനായി പോവുകയായിരുന്നു. പോയി മടങ്ങും വഴിയാണ് പെട്ടെന്ന് ഈ അയൽവാസിയായ അജി ദേവസ്യ ചാടി വീഴുകയും കുട്ടിയെ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. കഴുത്തിന് ചുറ്റും നിരവധി കുത്തുകളാണ് ഈ കുട്ടിക്ക് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ പിന്നീട് നാട്ടുകാർ ഇടപെട്ട് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്കും മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് നാട്ടുകാർ തന്നെ ഈ പ്രതിയെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇയാൾ അയൽവാസിയാണ്, അജി ദേവസ്യ, 40 വയസ്സുണ്ട്. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇത് സ്ഥിരീകരണം നടത്തിയിട്ടില്ല. മറ്റ് മയക്കുമരുന്ന് ഉപയോഗം ഉള്ളതായും ഉള്ള സൂചനകളും ഉണ്ട്. ഏതായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി ഉള്ളത്. അയാളെ പോലീസ് വിശദമായി ഇനി ചോദ്യം ചെയ്യും. മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഇതുകൂടാതെ സ്ഥലം MLA ആയ IB ഈഡൻ, കൊച്ചി മേയർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലുണ്ട്. കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. അത് എറണാകുളം ജനറൽ ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. എന്തായാലും ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുത്തിയത്, മാനസികാസ്വാസ്ഥ്യം കൊണ്ട് തന്നെയാണോ എന്നുള്ളത് സംബന്ധിച്ചാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും പോലീസ് ഇനി പ്രതിയെ ചോദ്യം ചെയ്തതിനു ശേഷം അത്തരത്തിലുള്ള വിവരങ്ങൾ അറിയാനാവും. തീർച്ചയായും ഉമേഷ്, അതായത് നേരത്തെ ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ കഴുത്തറുത്ത് കൊന്നിരുന്നു. ആദ്യഘട്ടത്തിൽ അത് മാനസിക രോഗമാണ് എന്നാണ് പോലീസ് പറഞ്ഞതെങ്കിലും അതിൻ്റെ പിന്നിൽ ചില മതഭ്രാന്തുണ്ടായിരുന്നു, രാഷ്ട്രീയമുണ്ടായിരുന്നു. CPIM-കാരൻ്റെ മകനായതുകൊണ്ടാണ് കൊന്നതെന്നായിരുന്നു ഒടുവിൽ പിന്നെ പ്രതി കണ്ടെത്തിയത്. പ്രതിക്ക് അത്തരത്തിൽ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു പോലീസ് പിന്നീട് അനുമാനത്തിലെത്തിയത്. അതിന് സമാനമായ എന്തെങ്കിലും സാഹചര്യം ഇവിടെയുണ്ടോ? ഒരു 10 വയസ്സുകാരനെ കുത്തിക്കൊല്ലേണ്ട രീതിയിലേക്ക് പൂർണ്ണമായും മാനസിക വിഭ്രാന്തിയാണോ, അതോ മാനസിക രോഗിയായ ആൾക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ കുട്ടിയെ കുത്തിക്കൊല്ലാൻ? എന്തൊക്കെയാണ് അറിയാനാകുന്നത്? ജിംഷാദ്, അത്തരത്തിലൊരു സാഹചര്യം, അതായത് കാസർഗോഡ് ഉണ്ടായ പോലുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ പറയാനാവില്ല. കാരണം പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക തന്നെ വേണം. ഇപ്പോൾ വിവരമനുസരിച്ച് ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട്. കുട്ടിയെ പ്രലോഭിപ്പിച്ച് കൂടെ കൊണ്ടുപോവുകയും പിന്നീട് കഴുത്തിന് ചുറ്റും നിരവധി ഏതാണ്ട് 17ഓളം കുത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ കഴുത്തിന് ചുറ്റും കുട്ടിയെ കുത്തുകയായിരുന്നു എന്നാണ് പലരും പറയുന്നത്. പിന്നീട് നാട്ടുകാരെത്തുമ്പോഴത്തേക്കും കുട്ടി ഏകദേശം അതിഗുരുതരാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഈ കുത്തുന്ന സമയത്ത് മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല എന്നും അറിയുന്നു. എന്തായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ കാസർഗോഡ് സംഭവമായി ഒരു സമാനത ഇതിനുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പറയാനാവില്ല. കാരണം പോലീസ് ഇനി അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. കാരണം പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടേ ഉള്ളൂ. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നവരോ അല്ലെങ്കിൽ പോലീസ് ഉന്നതാധികാരികളെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. ഇനി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള ഇത്തരത്തിൽ മതഭ്രാന്ത് അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യമാണോ അല്ലെങ്കിൽ പൂർണ്ണമായും മാനസിക ഭ്രാന്തിയുടെ പുറത്ത് ചെയ്തതാണോ എന്നുള്ളത് അപ്പോഴേ അറിയാൻ കഴിയൂ. തീർച്ചയായും ഡോക്ടർ അരുൺ P. നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരിക്കൽ കൂടി ഉമേഷ്, ഒരു കാര്യം കൂടി ഉമേഷിലേക്ക് തന്നെ, അതായത് ഈ കുട്ടി എങ്ങനെ വിജനമായ സ്ഥലത്ത് വെച്ചിട്ടാണോ, ഏതെങ്കിലും ഇടവഴിയിൽ വെച്ചിട്ടാണോ, എവിടെ വെച്ചിട്ടാണ് കുത്തുന്നത്? ഇത്തരത്തിൽ അസ്വാഭാവികതയായി ഉള്ളതായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കുട്ടി സാധാരണ പോകുന്ന സ്ഥലത്ത് തന്നെയാണ്, കടയിൽ പോയി പാല് വാങ്ങാൻ വേണ്ടി പോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വീടിനടുത്ത് തന്നെയുള്ള ഒരു കടയിലേക്കാണ് കുട്ടി പോയത്. ഈ സമയത്ത് ഒരു സമയത്ത് രാവിലെ 6:30-ക്കും 7 മണിക്കും ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ജനസഞ്ചാരം കുറവായിരിക്കും. ആ ഒരു സമയത്താണ് പ്രതി പെട്ടെന്ന് കുട്ടിയെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത്. പിന്നീട് നാട്ടുകാർ അതിന് ശേഷമാണ് ഇത്തരത്തിൽ കണ്ടത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം തന്നെയാണുള്ളത്. പിന്നീട് ഇത് കാണുകയും കുട്ടിയെ പരിക്കേൽപ്പിച്ചത് കാണുകയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നുള്ളത്
എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് തുടർച്ചയായി കഴുത്തിലേക്ക് കുത്തുകയും അതിനുശേഷം കുട്ടിയുടെ നിലവിളി കേട്ടിട്ടാണോ ആൾക്കാർ ഓടിയെത്തുന്നത്? എങ്ങനെയാണ് അറിയാനാകുന്നത് ഉമേഷ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴുത്തിന് ചുറ്റും 17ഓളം മുറിവ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കുട്ടിയെ ആക്രമിച്ച് കുട്ടിയുടെ കരച്ചിൽ കേട്ട് തന്നെയാണ് നാട്ടുകാർ ഓടിപ്പോകുന്നതും ഇത്തരത്തിൽ പ്രതിയിൽ നിന്ന് കുട്ടിയെ മോചിപ്പിക്കുന്നതും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. പിന്നീട് ഇയാളെയും നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ നാട്ടുകാർ പറയുന്ന വിവരവും പോലീസും നൽകുന്ന സൂചനയുമാണ് ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട്, അത്തരത്തിലുള്ള ചികിത്സ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമൊക്കെയാണ് ഉള്ളത്. എന്തായാലും പോലീസ് അതിലൊരു സ്ഥിരീകരണം നടത്തിയില്ല. കാരണം പോലീസിന് അത് കൂടുതൽ വൈദ്യപരിശോധനയും അത്തരം സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ പ്രാഥമികമായി ഇയാൾക്ക് അത്തരത്തിൽ മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തീർച്ചയായും ഉമേഷ്, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം മാനസിക രോഗ വിദഗ്ധൻ കൂടിയായ അരുൺ വി നായർ ചേരുകയാണ്. ശ്രീ അരുൺ വി നായർ, ഡോക്ടർ അരുൺ വി നായർ കേൾക്കാമോ? തീർച്ചയായും ഉമേഷിലേക്ക് തന്നെ എത്തിയാൽ. ഉമേഷ്, കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ച് എപ്പോഴാകും മൃതദേഹം വിട്ടുകൊടുക്കുക? മറ്റ് വിശദാംശങ്ങൾ കൂടി, എന്തൊക്കെ അന്വേഷണങ്ങളാണ് പോലീസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇയാളെ പിടികൂടുകയും കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ പോലീസ് മറ്റേതൊക്കെ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്? കാരണം ഇത് നിസ്സാര കാര്യമല്ല. 10 വയസ്സുകാരനെ കൊച്ചിയെപ്പോലൊരു നഗരത്തിൽ വെച്ച് കുത്തിക്കൊല്ലുക എന്നത് 17 കുത്താണ് കഴുത്തിൽ ആ കുട്ടിക്ക് ലഭിച്ചത്. അത്തരത്തിലുള്ള ഗൗരവമായ വിഷയം കൂടിയുണ്ട്. മാനസിക രോഗം എന്ന പ്രാഥമികമായും പോലീസ് പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ വിശ്വാസയോഗ്യമായി ചർച്ച ചെയ്യപ്പെടാനാകുമോ എന്നൊക്കെ ഉള്ള ആശങ്കകളുണ്ട്. നിരവധി കേന്ദ്രങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കയും ഉയർത്തുന്നത്. നമുക്ക് ഡെസ്കിലേക്ക് ഫോൺ വിളികളും എത്തുന്നു. എന്തൊക്കെ ഉമേഷ്? അജിംഷാദ്, ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവി തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർ എത്തിയിട്ടുണ്ട്. MLA അടക്കമുള്ളവർ ഇവിടെയുണ്ട്. പോലീസ് വിശദമായ അന്വേഷണം തന്നെ നടത്തും എന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഈ മോർച്ചറിക്ക് അടുത്ത് തന്നെ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ. തീർച്ചയായും ഉമേഷ് ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ഡോക്ടർ അരുൺ വി നായർ കൂടി ചേരുകയാണ്. ശ്രീ അരുൺ വി നായർ, ഇങ്ങനെ കുട്ടികൾക്ക് മേൽ നോക്കൂ, കഴുത്തിലേക്ക് 17 കുത്താണ് കുത്തിയത്. മാനസിക രോഗിയാണെങ്കിലും ഒക്കെ അതിനകത്ത് അയാൾ മനോവിഭ്രാന്തിയിൽ ചെയ്തതാണെന്ന് പറയാം. പക്ഷേ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കുട്ടികൾക്ക് മേൽ എങ്ങനെയാണ് ഇത്തരത്തിൽ മനുഷ്യന് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടാകുന്നത്? അത് കൊച്ചിയെ പോലെ ഒരു നഗരത്തിൽ വെച്ച്. ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തി ഒരു മാനസിക രോഗിയാണ് എന്നുണ്ടെങ്കിൽ അത് കാര്യത്തെ പറ്റി ഇനിയും വ്യക്തത വരാനുണ്ട്. മാനസിക രോഗിയാണോ എന്നുള്ള വ്യക്തമല്ലെങ്കിൽ പോലും ചില പ്രത്യേക മാനസിക രോഗാവസ്ഥയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചില കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ട് നേരത്തെ നമ്മുടെ മുൻപിൽ അനുഭവങ്ങളുണ്ട്. പലപ്പോഴും ഈ ചിത്തഭ്രമ വിഭാഗത്തിൽപ്പെട്ട മാനസിക രോഗം ഉള്ള ആളുകൾ, സൈക്കോസിസ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലുള്ള അക്രമവാസനകളിലേക്ക് പോകാറുള്ളത്. ഇതിന്റെ അടിസ്ഥാന കാരണം തന്നെ ഈ ചിത്തഭ്രമ വിഭാഗത്തിൽപ്പെട്ട രോഗം ഉള്ള ആളുകൾക്ക് അവരുടെ നേരെ ആരൊക്കെയോ ആക്രമണങ്ങൾ അഴിച്ചു വിടുന്നതായിട്ടുള്ള ചില മിഥ്യാവിശ്വാസങ്ങൾ ചില സമയങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോ ഒരു കൊച്ചുകുട്ടിയുടെ നേരെയാകാം, ഒരു സ്ത്രീയുടെ നേരെയാകാം. ഇവരൊക്കെ എന്നുള്ള ചില ചിന്താഗതികൾ അവരുടെ മനസ്സിൽ പെട്ടെന്ന് വന്നാൽ അവര് സ്വയം രക്ഷാർത്ഥം ആരാണോ അവരെ ആക്രമിക്കാൻ വരുന്നതായി അവർക്ക് തോന്നുക, അവരെ തിരിച്ചങ്ങോട്ട് ആക്രമിക്കുക. ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ സ്വയം രക്ഷിക്കാൻ അവരെ ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ട്. മുൻകാലങ്ങളിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു മിഥ്യാവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ മാനസിക രോഗിയാണെങ്കിൽ പോലും ഈ കുറ്റകൃത്യം ചെയ്തത് കൃത്യമായ ഒരു സ്വബോധമില്ലാത്ത സമയത്താണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വശം. കാരണം നിയമത്തിന്റെ മുൻപിൽ ഒരു വ്യക്തിക്ക് മാനസിക രോഗത്തിന്റെ ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ആ കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്, അത് തെറ്റാണ്, നിയമവിരുദ്ധമാണ് എന്ന വസ്തുതയെക്കുറിച്ച് ആ വ്യക്തിക്ക് വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു. 2, താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണത ഫലങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ആ വ്യക്തിക്കില്ലായിരുന്നു. ഇത് രണ്ടും തെളിഞ്ഞാൽ മാത്രമേ ഒരു മാനസിക രോഗിക്ക് ശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതാണ് ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ സ്കിസോഫ്രാനിയ ഉള്ളവർ ഒക്കെ ഇത്തരത്തിൽ കുട്ടികൾക്ക് മേൽ ആക്രമണം നടത്താറുണ്ടോ? അവർ ഒരുപക്ഷെ ഭീഷണിയായി കാണുന്നത് വലിയ ആൾക്കാരല്ലേ? കുട്ടിയിലേക്ക് അങ്ങനെ ശ്രദ്ധ പോകുമോ? ഇത് ഈ സ്കിസോഫ്രീനിയ പോലെയുള്ള ചിത്തഭ്രമ രോഗങ്ങളില് ആർക്ക് നേരെയും അവരുടെ സംശയത്തിന്റെ മുനകൾ തിരിയാം.
അത് മുതിർന്ന വ്യക്തിക്ക് നേരെ തന്നെ ആവണമെന്നില്ല. കാരണം ഈ സ്കിസോഫ്രീനിയ പോലെയുള്ള രോഗത്തിന്റെ ഒരു വകഭേദം, പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ ആരൊക്കെയോ അവരെ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള ഒരു മിഥ്യാവിശ്വാസമാണ്. അത് ചിലപ്പോ കുട്ടിക്ക് നേരെയാകാം, വൃദ്ധജനങ്ങൾക്ക് നേരെയാകാം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ ചില കേസുകളിലെങ്കിലും സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ അമ്മ വളരെ പ്രായമായ അവശ നിലയിലുള്ള ഒരു വ്യക്തിയായിരിക്കും. അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ. പക്ഷെ അവര് ഭക്ഷണത്തിൽ വിഷമിടുന്നു എന്നുള്ള രീതിയിലുള്ള ചില സംശയങ്ങൾ വന്നാൽ ആ സംശയത്തിന്റെ പുറത്ത് ആ വ്യക്തിയെ ആക്രമിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അത് ബോധപൂർവം തന്നെയാണ് ഡോക്ടർ ചോദിച്ചത്. അതായത് ഇത്തരത്തിൽ മാനസിക വിഭ്രാന്തി ഉള്ളവർ കുട്ടികളെ ആക്രമിക്കില്ല എന്നൊക്കെയുള്ള ബോധം സാധാരണ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് കുട്ടികളെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതുണ്ട്. കൊച്ചിയെപ്പോലെ ഒരു സ്ഥലത്ത് വെച്ച് പോലും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വളരെ ജാഗ്രത ആകണം നമ്മുടെ രക്ഷകർത്താക്കൾ എന്നതുകൂടി ഇതുവഴി സന്ദേശം നൽകേണ്ടതുണ്ട്. വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എല്ലാ മാനസിക രോഗികളും അക്രമാസക്തരല്ല. പലപ്പോഴും മാനസിക രോഗികൾ അക്രമത്തിലേക്ക് പോകുന്നത് അവരുടെ ഒരു നിമിഷം, ആ നിമിഷം അവർക്ക് തോന്നുന്ന ചില സംശയങ്ങളുടെ, ചില വിഭ്രാന്തികളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അവർക്ക് ആ വിഭ്രാന്തി അനുഭവപ്പെടുന്ന സമയത്ത് ആ സമയത്ത് ആരാണോ അവരുടെ കൺമുൻപിൽ പെടുക, അവരുടെ നേരെ അവരുടെ സംശയത്തിന്റെ മുന്നിൽ നീളാനും അവരെ ആക്രമണങ്ങൾക്ക് ഇരയാകാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മാനസിക രോഗമുള്ള ഒരു വ്യക്തിയെ കൃത്യമായ ചികിത്സയ്ക്ക് വിധേയമാക്കി ആ രോഗത്തെ നിയന്ത്രണ വിധേയമാകേണ്ടതിന്റെ ആവശ്യകതയാണ് ഒന്നാമത്തേത്. രണ്ട്, കൊച്ചുകുട്ടികളെ നമ്മൾ ഒറ്റയ്ക്ക് ദൂര സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ കടകളിലേക്കോ ഒക്കെ വിടുമ്പോൾ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട്. ആരെങ്കിലും അവരുടെ നേരെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് മുൻകരുതലുകൾ കുട്ടികൾ എടുക്കണം എന്നുള്ള ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം അത് തന്നെയാണ്. ഡോക്ടർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, സഹകരിച്ചതിന്. അരുൺ വി നായർ, വളരെ നന്ദി. 10 വയസ്സുകാരനെ കുത്തിക്കൊന്നു. 17 കുത്തുകളാണ് കുട്ടിയുടെ കഴുത്തിൽ ഏറ്റത്. കുത്തിക്കൊന്ന ആൾ മാനസിക രോഗിയാണ് എന്ന് പ്രാഥമികമായും പോലീസ് വിലയിരുത്തുന്നു. അതേ സംബന്ധിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് നൽകിയത്.